എല്ലാ കൂട്ടുകാർക്കും അമ്പലക്കണ്ടി വിൻപോയിൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ ജിൻഡോ ജോസഫ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഫിസിക്സ് ആണ്, സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അപ്പോൾ പത്താം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നല്ല മാർക്കോട് കൂടി നിങ്ങളെല്ലാം ഇപ്പോൾ 11ാം ക്ലാസ്സിലേക്ക് വരികയാണല്ലേ. അപ്പോൾ ആസ് കമ്പയർഡ് ടു 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ചോദിക്കുകയാണ് കുട്ടികളോട് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും പറയും സാറേ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് നല്ല എളുപ്പമായിരുന്നു. നോർമലി ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ ഒരു 90% സ്റ്റുഡൻസിന് എന്താണ് ഈസി ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങളതൊന്ന് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ, കൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങളോട് പറയും 10ാം ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 11ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഞാൻ പറയുകയാണ് 10 വരെ കഴിഞ്ഞു. ഇനി 11, 12 ക്ലാസ്സുകളാണ് നിങ്ങളുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ എയിമിനെ ഫുൾഫിൽ ചെയ്യുന്ന 2 വർഷങ്ങളാണ് 11th ആൻഡ് 12th. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കാൻ കുറഞ്ഞ സിലബസ് ഉള്ളൂ. ചില കുട്ടികൾ, ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ 1 മാസം കൊണ്ട് പഠിച്ചു തീർക്കും. പല കുട്ടികളും പറയുന്നത് കേട്ടിട്ടുണ്ട്, സാറ് ഞാൻ അവസാനത്തെ മാസം വരെ 10ാം ക്ലാസ് പഠിച്ചിട്ടില്ല കേട്ടോ, ലാസ്റ്റത്തെ 1 മാസം ഞാൻ പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ചതിൽ എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, നിങ്ങൾ ബ്രില്യൻ്റ് ആണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ 11th വരുമ്പോൾ ആ ഒരു ലാഘവത്തോടു കൂടി നിങ്ങൾ 11th കാണരുത്. കാരണം ടീച്ചിങ്ങിൽ ഇങ്ങനെ കുട്ടികളെ അനുഭവങ്ങൾ കേട്ട് അവരുടെ ആ ഒരു അവസാനമൊക്കെ ആകുമ്പോഴേക്കും അവർ പറയും സാറേ എനിക്ക് തുടക്കത്തിലേ പഠിച്ചാൽ മതിയായിരുന്നു, ഇതൊക്കെ തുടക്കത്തിലേ പറയുമായിരുന്നെങ്കിൽ പഠിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ടോപ്പിക്ക് പോലും അവസാനത്തേക്ക് വെക്കരുത്. നമുക്ക് 11ാം ക്ലാസ്സിൽ 15 ചാപ്റ്ററാണ് പഠിക്കാനുണ്ടാവുക. 15 ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററും നല്ല വൈഡായിട്ട്, ചില ചാപ്റ്റർ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഒരുപാട് കൺസെപ്റ്റ്, ഒരുപാട് ഡെറിവേഷൻസ്, ഒരുപാട് ഇക്വേഷൻസ്, ഒരുപാട് പ്രോബ്ലംസ്. മെക്കാനിക്സ് ആണ്. 11th ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ മെക്കാനിക്സ് ആണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്താണ് തെർമോഡൈനാമിക്സ്, വേവ്സ്. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ വേവ്സ്, വർക്ക് എനർജി, പവർ, ആ ചാപ്റ്റേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നൊരു റൊട്ടേഷൻ, മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ എൻട്രൻസിനായിക്കോട്ടെ നിങ്ങളുടെ ബോർഡിനായിക്കോട്ടെ രണ്ടിനും 11th ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങി നിങ്ങളുടെ ഐഡിയ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ ഫുൾ മാർക്ക് ഇൻ ഫിസിക്സ്. അപ്പോൾ എയിം ചെയ്യുക ഫുൾ മാർക്ക്, വർക്ക് ചെയ്യുക ഫുൾ മാർക്കിന് വേണ്ടിയിട്ട്. ഈ കൊറോണ കാലത്ത് നമുക്ക് റെഗുലർ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഈ ഓൺലൈൻ അമ്പലക്കണ്ടി വിൻപോയിൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതിനുശേഷം റെഗുലർ സ്കൂളിംഗ് നമ്മൾ കറക്റ്റായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോ ശരിക്കും കാണുക, നോട്ട് ഉണ്ടാക്കുക, പറയുന്ന ഹോം അസൈൻമെൻറ്റ് സെൻഡ് ചെയ്യും, ഗ്രൂപ്പിൽ ഹോം അസൈൻമെൻറ്റ് സെൻഡ് ചെയ്യും, നോട്ട്സ് സെൻഡ് ചെയ്യും, നോട്ട്സ് എടുക്കുക, ഹോം അസൈൻമെൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ. നിങ്ങൾ എങ്ങനെയാണോ റെഗുലറായിട്ട് അതുപോലെ തന്നെ നമുക്ക് പോകാൻ കഴിയും. റെഡി? അപ്പോൾ അധികം പറയുന്നില്ല, ബാക്കിയെല്ലാം നമുക്കിങ്ങനെ വഴിക്ക് പറയാം. 1ാമത്തെ ചാപ്റ്റർ അല്ല, 2ാമത്തെ ചാപ്റ്റർ അല്ല, 1 അല്ല 2 അല്ല, 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ചാപ്റ്റർ നമ്പർ 3, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. റെഡി? അപ്പോൾ കം ടു ചാപ്റ്റർ നമ്പർ 3, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ബേസുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് വൈഡായിട്ട്. ഫൈൻ. സോ ഫസ്റ്റ് പോയിന്റ് പറയുകയാണ്, ദിസ് ഈസ് ആക്ച്വലി ഇമോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. നെക്സ്റ്റ് ചാപ്റ്റർ 1 dimension, 2 dimension ആൻഡ് 3 dimension, മോഷൻ ഇൻ എ പ്ലെയിൻ എന്നാണ് പറയുക നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ പറ്റി പഠിക്കുന്ന ഒരു എന്താണ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. അപ്പോൾ ഇങ്ങനെ പറയും മെക്കാനിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് മെയിൻ ബ്രാഞ്ച് മെക്കാനിക്സ് ആണ്. മെക്കാനിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഈ മെക്കാനിക്സിനെ നമുക്ക് 2ആക്കി ഡിവൈഡ് ചെയ്യാം, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഈ സ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുക ബോഡി അറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുക ബോഡി അറ്റ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. വെൻ യു ആർ അപ്ലൈയിങ് സം ഫോഴ്സ്, നിങ്ങൾ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി റെസ്റ്റിലാണെങ്കിൽ, നിശ്ചലനാവസ്ഥയിലാണെങ്കിൽ നമ്മൾ പറയും റെസ്റ്റിലാണെന്ന് പറയും. അതിനെപ്പറ്റി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഫോഴ്സുകളെ പറ്റി എല്ലാം പഠിക്കുന്നത് സ്റ്റാറ്റിക്സ്. ബോഡി മോഷനിലാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ബോഡി മോഷനിലാണ്, നിങ്ങൾ പഠിക്കും ഏതാണ് ഡൈനാമിക്സ്. അപ്പോൾ ഇങ്ങനെ മെയിൻ ബ്രാഞ്ച് മെക്കാനിക്സ് ആണ്. മെക്കാനിക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2, statics and dynamics. Again, this dynamics is classified into 2, kinetics and kinematics.
കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. അപ്പോൾ എന്താ പറയുക, കൈനമാറ്റിക്സിൽ നിങ്ങൾ പഠിക്കും മോഷൻ ഓഫ് ബോഡി. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ബോഡിയാണ്, ഡൈനാമിക് മോഷൻ. അപ്പോൾ മോഷൻ ഓഫ് ബോഡീസിനെ പറ്റിയാണ് പഠിക്കുക. അപ്പോൾ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സ് ഓർ വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. അപ്പോൾ നോക്കൂ, ഞാനിവിടെ ഒരു ബോഡി, ഒരു ചോക്ക് പീസ് ഇങ്ങനെ താഴേക്ക് ഇടുകയാണ്. അപ്പോൾ ചോക്ക് പീസ് എന്തെങ്കിലും താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ചോക്ക് പീസ് താഴെ എത്താൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ചോക്ക് പീസ് ട്രാവൽ ചെയ്യുന്ന ദൂരം, ഇതൊക്കെ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഈ ചോക്ക് പീസ് എന്തുകൊണ്ട് താഴേക്ക് പോരുന്നു, വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ്, അതിൻ്റെ കാരണം അന്വേഷിക്കുന്നില്ല. ആ മോഷനെ പറ്റി മാത്രം പഠിക്കുകയാണെങ്കിൽ പറയുന്നു, ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ പറയുക കൈനമാറ്റിക്സ് എന്ന് പറയാം. ഇനി നമ്മൾ ആ ഒരു കോസ് ഓഫ് മോഷൻ എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ബിക്കോസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് വിധേയമായിട്ടാണ് ഒബ്ജക്റ്റ് താഴേക്ക് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കോസ്, ആ ഫോഴ്സിനെ പറ്റിയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മളതിനെ പറയും കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സ്, കൈനറ്റിക് വിത്ത് കൺസിഡറിങ് ദ ഫോഴ്സ്. റെഡി? അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 11th ആദ്യത്തെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ കുറച്ച് വേർഡുകളൊക്കെ ഇൻ കേസ് പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വരിക, ചോദിക്കുക, സാറേ എന്താണ് ഇതിൻ്റെ മീനിങ്, എന്താണ്, അല്ലെങ്കിൽ സാറേ കുറച്ചുകൂടെ മലയാളത്തിൽ ആ വേർഡുകളൊക്കെ ഒന്ന് പറയണം. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അങ്ങനെ നിങ്ങളുടെ ഐഡിയ, നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. റെഡി? അപ്പോൾ പറയുന്നു, ഫസ്റ്റ് ബ്രാഞ്ച് ഈസ് മെക്കാനിക്സ്, സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്. ഡൈനാമിക്സ് ക്ലാസിഫൈഡ് ഇൻ ടു കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക് എല്ലാം വരുന്നത് കൈനമാറ്റിക്സിലാണ്. നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ്, ചാപ്റ്റർ നമ്പർ 3 and 4 കംസ് അണ്ടർ കൈനമാറ്റിക്സ്. റെഡി? അപ്പോൾ കൈനമാറ്റിക്സിൽ നമ്മൾ ആദ്യം പറയുക മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ബിഫോർ ദാറ്റ് വൺ, വാട്ട് ഈസ് എ മോഷൻ ആൻഡ് വാട്ട് ഈസ് റെസ്റ്റ്? ഒരു ബോഡി റെസ്റ്റിലാണ്, നിശ്ചലനാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു ബോഡി മോഷനിലാണ്. എന്താ മീനിങ്? ഇഫ് എ ബോഡി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്യുക സറൗണ്ടിങ്ങുമായിട്ട് അല്ലേ. സറൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇഫ് ദ ബോഡി ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പ്ലേസ് ഓർ പൊസിഷൻ, ഇഫ് എ ബോഡി ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പൊസിഷൻ with respect to its surrounding, we will say the body is said to be in rest. ഒരു ബോഡി അതിൻ്റെ സമീപത്തെ മെറ്റീരിയൽസിനെ വെച്ച് നോക്കുമ്പോൾ അനങ്ങുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ് ഇറ്റ് ഈസ് നോട്ട് മൂവിങ്, വി വിൽ സേ ബോഡി ഈസ് അറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇനി നമ്മൾ പറയും ഒരു ബോഡി എന്താണ്, നിങ്ങൾ എങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ ചോക്ക് പീസ് വീടാണ്. അപ്പോൾ നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് പൊസിഷൻ ദിസ് ചോക്ക് പീസ് ഈസ് മൂവിങ്, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്താ പറയുക, ബോഡി ഈസ് ഇൻ മോഷൻ. അപ്പോൾ ചില ഒരു കുട്ടിയോട് ചില സാറേ, ഇപ്പോൾ 2 ആൾക്കാർ ട്രെയിനിൽ പോവുക അല്ലെങ്കിൽ ബസ്സിൽ പോവുകയാണ്, ട്രെയിനിൽ പോവുകയാണ്. അപ്പോൾ ഒരാളിവിടെ ഉണ്ട്, ഒരാളപ്പുറത്തുണ്ട്, ഇങ്ങനെ 2 ആൾ പോകട്ടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവൻ്റെ സ്ഥിതി എന്താ, ഇവൻ റെസ്റ്റിലാണോ മോഷനിലാണോ? 2 പേരും ഇരിക്കണം, നോക്കി അവനതുപോലെ ഇരിക്കുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു മീ ഹീ ഈസ് നോട്ട് ചേഞ്ചിങ് ദ പൊസിഷൻ. അപ്പോൾ ഇവൻ എന്തിലാണ്? റെസ്റ്റിലാണ്. എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവൻ റെസ്റ്റിലാണ്. ഇനിയിപ്പോൾ ഇവന് ഒരാൾ ട്രെയിനിൽ പുറത്ത് നിൽക്കുന്ന ഒരാൾ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ ഇവനെ നോക്കുകയാണെങ്കിൽ എന്താ സ്ഥിതി? ഹീ ഈസ് ഇൻ മോഷൻ. അപ്പോൾ റെസ്റ്റാണോ മോഷനാണോ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സറൗണ്ടിങ് ഫ്രം വേർ യു ആർ ഒബ്സർവിങ്. നിങ്ങൾ എവിടെ നിന്നാണോ ഒബ്ജക്റ്റിനെ നോക്കുന്നത് അതിൻ്റെ സറൗണ്ടിങ്സിനെ അല്ലെങ്കിൽ ടൈമിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക, റെസ്റ്റ് ആൻഡ് മോഷൻ പറയുക. റെഡി? ദിസ് ഓൾ ആർ എന്താണ്, ബിഗിനിങ് ആണ്, സ്റ്റാർട്ടിംഗ് ആണ്, ബേസിക് ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുക ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ. അതിന് മുന്നാടിയായിട്ട് മോഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ്, മോഷൻ ക്യാൻ ബി ഇൻ എ സ്ട്രേറ്റ് ലൈൻ അല്ലേ. മോഷൻ, ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാം, സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റണ്ണിങ് കോമ്പറ്റീഷൻ, നിങ്ങൾ റൺ ചെയ്യില്ല, നല്ല അത്ലറ്റൊക്കെ റൺ ചെയ്യുന്ന ഒരേ ട്രാക്കിൽ 1 dimension, അല്ലെങ്കിൽ കാർ ഈസ് ഗോയിങ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ, അല്ലെങ്കിൽ നോക്കൂ ദ ചോക്ക് പീസ് ഈസ് ഫോളിങ് ഡൗൺ എക്സാക്ട്ലി ഓൺ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്, 1 dimension മോഷൻ. വി വിൽ സേ 1 dimension മോഷൻ. ഒരു ഡയമെൻഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മൂവ്മെൻ്റ് ഉള്ളൂ. 1 dimension മോഷൻ ഇൻ 1 dimension ഓർ മോഷൻ ഇൻ വാട്ട്, സ്ട്രേറ്റ് ലൈൻ, റൈറ്റ്? വി വിൽ സേ ഇറ്റ് ഇസ് വാട്ട്, rectilinear motion. We will say it as rectilinear motion. Rectilinear motion. Motion in a straight line or rectilinear motion. Ready? അപ്പോൾ 1 dimensional പോവുകയാണ്, rectilinear motion. ഇനി പറയാണ് ബോഡി ഈസ് മൂവിങ് ഇൻ 2 dimension. 2 dimension എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിൽ കൂടെ. ഫോർ എക്സാമ്പിൾ ഒരു കാർ ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ
അങ്ങനെ പോവാണ്. അല്ലെങ്കിൽ ഒരു ഉറുമ്പ് മേശേനെ മുകളിൽ ചിക്ക് 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 നടക്കുക, 2 dimensional പോവാണ്. എക്സാമ്പിൾ, എ കാർ മൂവിങ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് ഓർ ആൻ ആൻഡ് മൂവിങ് ഓൺ എ ഡെസ്ക് ഓർ ബെഞ്ച്, വാട്ട് എവർ ഇറ്റ് ഈസ്. അല്ലെങ്കിൽ നമ്മൾ പറയും പ്രൊജക്റ്റൈൽ മോഷൻ, ദാറ്റ് ഈസ് എ നെക്സ്റ്റ് സെപ്പറേറ്റ് ടോപ്പിക്കാണ് പ്രൊജക്റ്റൈൽ മോഷൻ. സംതിങ് ഈസ് പ്രൊജക്റ്റഡ്, നിങ്ങളൊരു കല്ലെടുത്ത് എറിയാണ്, ആ കല്ല് പോകുന്നത്, ദാറ്റ് ഈസ് എ വാട്ട് 2 dimensional മോഷൻ, നോട്ട് 3D. സർക്കുലർ മോഷൻ, ഒരു കല്ലിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുകയാണ്, സർക്കുലർ മോഷൻ. 2 dimensional മോഷനാണ്. ഇനി നമ്മൾ പറയാം ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്കിലെ പെൻഡുലം ക്ലോക്ക്, ആ ക്ലോക്കിലെ പെൻഡുലം ഇങ്ങനെ ആടുക അല്ലേ, ദാറ്റ് ഈസ് ഓൾസോ 2 dimensional മോഷൻ, റൈറ്റ്. ഇനി നമ്മൾ പറയും മോഷൻ ഇൻ എ, സോ ദാറ്റ് ഈസ് കോൾഡ് മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ. മൂന്നാമത് നമ്മൾ പറയും മോഷൻ ഇൻ വാട്ട് 3 dimensional മോഷൻ. 3 dimensional മോഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പക്ഷികൾ പറക്കുകയാണ്, ബേർഡ്സ് ആർ ഫ്ലൈയിങ്. സോ ബേർഡ്സ് എങ്ങനെയും പറക്കാം അല്ലെ, അവർക്ക് സ്പേസിൽ കൂടെ ട്രാവൽ ചെയ്യാം. മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ എ സ്പേസ്, വി ആർ കോളിംഗ് ഇറ്റ് ആസ് വാട്ട് മോഷൻ ഇൻ 3 dimension. അല്ലെങ്കിൽ ഒരു പട്ടം പറത്താണ്, സോ കൈറ്റ് ഇസ് ഫ്ലൈയിങ്, സോ 3 dimensional മോഷൻ. അപ്പോൾ മോഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഓർ റെക്ടിലിനിയർ മോഷൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ഓർ മോഷൻ ഇൻ വാട്ട്, മോഷൻ ഇൻ എ space, 3 dimensional motion. Ready? So that is about motion. Again topic like എത്തിയിട്ടില്ല. So we are going to the first topic, distance and displacement. Distance and displacement. ഫസ്റ്റ് ടോപ്പിക് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നോക്കിക്കോളൂ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചു വരുന്ന കാര്യങ്ങൾ. അതെ സാറേ ഇതൊക്കെ ഞങ്ങൾക്കറിയാം സാറേ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അതിനോട് ചെറിയ കാര്യങ്ങൾ നമ്മൾ കൂട്ടുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, അപ്പോൾ നമ്മളിങ്ങനെയാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആണെങ്കിൽ നിങ്ങളിപ്പോൾ പി ടി പീരീഡ് ഓൾറെഡി പി ടി സാർ വരാൻ വേണ്ടി 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പി ടി സാർ വരുന്നു, നിങ്ങൾ എങ്ങനെ ഗ്രൗണ്ടിലേക്ക് പോകും? ഡയറക്റ്റ്ലി എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഓടും അല്ലേ, ദാറ്റ് ഈസ് കോൾഡ് യുവർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ആ പീരീഡ് കഴിഞ്ഞ് പി ടി പീരീഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ഫിസിക്സിൻ്റെ പീരീഡാണ്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിലേക്ക് തിരിച്ചു വരിക? അവിടെ ഗ്രൗണ്ട് കഴിഞ്ഞ് കറങ്ങി അവിടെ പോയി ഒരു 5 മിനിറ്റ് താമസിച്ച് ക്ലാസ്സിലേക്ക്, ആ ഒരു മോഷൻ, ദാറ്റ് ഈസ് വി ആർ കോളിംഗ് ഇറ്റ് ആസ് ഡിസ്റ്റൻസ്, റൈറ്റ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഫോർ എക്സാമ്പിൾ, യെസ്, നമ്മളിതിനകത്തൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്, ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ നമ്മൾ പറയുകയാണ് വിത്ത് റെസ്പെക്ട് ടു, നമ്മൾ പൊസിഷൻ പറയുകയാണ്, ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സം ഫ്രെയിം ഓഫ് റെഫറൻസ് വി ക്യാൻ ലൊക്കേറ്റ് ദ ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ നോക്കിക്കോളൂ, ഇവിടെ ഞാൻ ഒരു എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തിട്ടുണ്ട്. സോ ആദ്യം നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം എന്നോട് ഒബ്ജക്റ്റ് ഇവിടെയാണ്, ദിസ് ഈസ് ദ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്, റൈറ്റ്. സോ ദിസ് ഒബ്ജക്റ്റ് മൂവ്സ് ലൈക്ക് ദിസ്, ഇങ്ങനെ പോയി ഫൈനലി ഇവിടെ എത്തി. സോ ഇനീഷ്യലി ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു, ഫൈനലി ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. സോ ദിസ് ഡിസ്റ്റൻസ് APB is called my distance. It is the actual distance traveled. Fine. So next പറയാണ് the shortest distance between A and B, initial and final point. ആദ്യത്തെയും അവസാനത്തെയും പോയിന്റുകൾക്കിടയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points, വി ആർ കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി നമ്മളിതിനെ ഒന്ന് 11th കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിനിൽ നിന്ന് ഇതിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ R1 ആണ്. ഇതിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ R1. പൊസിഷൻ വെക്റ്റർ എന്താണ് അതെല്ലാം നിങ്ങൾ മാത്സിൽ നല്ലോണം പഠിക്കട്ടോ, 11th തന്നെ പഠിക്കും, പേടിക്കണ്ട. അപ്പം ഞാൻ പറയാണ് ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ R1 വെക്റ്റർ R1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഫൈനൽ പൊസിഷൻ ഞാൻ വെക്റ്റർ R2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ ആർ. സോ ആർ എന്ത് സാർ ഇത് സ്റ്റാർട്ടിങ്ങിൽ നത്തിങ്, ഡോണ്ട് വറി, യു വിൽ ലേൺ ദിസ് ഓൾ വെക്റ്റർ, വാട്ട് ഈസ് വെക്റ്റർ എല്ലാം നിങ്ങൾ പഠിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ R1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്.
ഫൈനൽ പൊസിഷൻ R2 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഡെൽറ്റ ആർ, നോർമലി ഓർ ഡെൽറ്റ എസ് ആയാലും കുഴപ്പമില്ല, എസ് ആണ് നോർമലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇൻ ദിസ് കേസ് ഐ എം റെപ്രസെൻറ്റിംഗ് ബൈ ഡെൽറ്റ ആർ. അപ്പോൾ ഞാൻ പറയുകയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് അവസാനത്തെ പൊസിഷൻ മൈനസ് ആദ്യത്തെ പൊസിഷൻ അല്ലേ. ഞാനിപ്പോൾ ഇതെൻ്റെ ഒരു പൊസിഷനാണ്, സീറോയിൽ എന്താണ് ഒരു പൊസിഷൻ. സോ ആഫ്റ്റർ സം ടൈം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഈ ദൂരം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ അല്ലേ, അവസാനത്തെ പൊസിഷൻ മൈനസ് ആദ്യത്തെ പൊസിഷൻ, മൈ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറയുകയാണ് ഡെൽറ്റ ആർ മൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു R2 മൈനസ് R1. Displacement delta R is equal to R2 minus R1. Ready? So that is about the first topic, distance displacement equation പഠിക്കുക. Displacement is equal to R2 minus R1. ഇനി ചോദ്യം ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം, വാട്ട് ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്? എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? ഈ ഡിസ്റ്റൻസ് എന്തില്ല, ഡിസ്റ്റൻസിനൊരു ഡയറക്ഷൻ ഇല്ല അല്ലേ, ഡിസ്റ്റൻസിനൊരു ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ. നിങ്ങൾ ഇതായിരുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതായിരുന്നു ഫൈനൽ പോയിന്റ്, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, ഡിസ്റ്റൻസിന് എന്തില്ല, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. Scalar quantities having only magnitude, vector quantities have both magnitude and direction. But displacement in magnitude ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഡിസ്റ്റൻസിന് എന്തേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റൻസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി and displacement is a vector quantity. First difference. One is scalar and one is vector. This distance should be always positive. Distance എന്തായിരിക്കും, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താവാം, സീറോ ആവാം. Ready? So first difference, scalar vector. Second, distance always be positive, displacement can be positive, negative or zero. സാർ എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവുക? നോക്കിക്കോളൂ, നമുക്കൊരു നമ്പർ ലൈൻ വരച്ച് നോക്കാം. So this is 0, 1, 2, -1, -2. റൈറ്റ്? അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, 1ലേക്ക് പോയി. വാട്ട് ഈസ് മൈ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് മീൻസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. 1 - 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 അല്ലേ. ഡിസ്റ്റൻസ് എത്രയാണ്? 1. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇൻ ദിസ് കേസ് ഐ ക്യാൻ സേ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഞാൻ പറയാണ്, ഞാൻ 0 സ്റ്റാർട്ട് ചെയ്തു, 1ലെത്തി, 0 സ്റ്റാർട്ട് ചെയ്ത് 1ലെത്തി, തിരിച്ച് 0 തന്നെ എത്തി. 0 സ്റ്റാർട്ട് ചെയ്ത് 1ലെത്തി, തിരിച്ച് 0 തന്നെ എത്തി. സോ വാട്ട് ഈസ് മൈ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ട്രാവൽ ചെയ്ത ദൂരമാണ്. ആക്ച്വലി ട്രാവൽ ചെയ്തത് 2 യൂണിറ്റ്. 2 യൂണിറ്റ് ആണ് നിങ്ങളുടെ ഡിസ്റ്റൻസ്. അപ്പോൾ എന്താ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നോക്കുക, ആദ്യത്തെ പൊസിഷൻ അവസാനത്തെ, നിങ്ങൾ എവിടെയൊക്കെ പോയി, എങ്ങോട്ടൊക്കെ പോയി, നോ, അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. യുവർ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ലാസ്റ്റ് പൊസിഷൻ. നോക്കൂ, ഫസ്റ്റ് പൊസിഷൻ 0-ലായിരുന്നു. ഇനി നിങ്ങൾ എന്താ നോക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് പൊസിഷനിലേക്ക് നോക്കൂ, 0. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പൊസിഷൻ സെയിം ആയി വന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാ? നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാ? നോ, യു ഡോണ്ട് ഹാവ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇൻ ദിസ് കേസ് ഡിസ്റ്റൻസ് ഈസ് 2 യൂണിറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് വാട്ട്? 0. എഗെയിൻ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, 1ലെത്തി, 0-ൽ തിരിച്ചെത്തി, -1ലേക്ക് പോയി. റൈറ്റ്? ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എത്രയാണ് നിങ്ങളുടെ ഡിസ്റ്റൻസ്? നിങ്ങൾ 1 യൂണിറ്റ് ഇങ്ങോട്ട് പോയി, 1 യൂണിറ്റ് ഇങ്ങോട്ട് പോയി, 1 യൂണിറ്റ് ഇങ്ങോട്ട് പോയി. 1, 2, 3 യൂണിറ്റ് ഈസ് യുവർ ഡിസ്റ്റൻസ്. ചോദിക്കുകയാണ് എത്രയാണ് നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുമ്പോൾ എന്താ ചോദിക്കുക, നിങ്ങളുടെ ആദ്യത്തെ പൊസിഷനും അവസാനത്തെ പൊസിഷനും. നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, ലാസ്റ്റ് പൊസിഷൻ. ഇപ്പോൾ എത്ര നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്? സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരുന്നു, ഇപ്പോൾ നിങ്ങൾ -1-ലാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് -1 യൂണിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ്, 0 ഓർ നെഗറ്റീവ്.
ബട്ട് ഡിസ്റ്റൻസ് വാട്ട് ഡിസ്റ്റൻസ് നെവർ ബി നെഗറ്റീവ്. ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല, ഓൾവേസ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ ഡിഫറൻസ് പറയുക, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും കൂടുതൽ വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ 3 ഡിഫറൻസ് പഠിച്ചിരിക്കുക ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു R2 മൈനസ് R1. അപ്പോൾ എന്താ ഇതിൻ്റെ തലേൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്? സിൻസ് ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ എഴുതി നെറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റികളെ നമ്മൾ തലയുടെ മുകളിൽ ഇങ്ങനെ ഒരു ആരോ മാർക്കിട്ട് വെക്റ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വി വിൽ ലേൺ മോർ അബൌട്ട് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നുണ്ട്, വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെക്ടറുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഒരു വര വരച്ചിട്ട് ഒരു ആരോ മാർക്ക് വെക്റ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെച്ചുള്ള ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു R2 മൈനസ് R1, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്റ്റൻസ് ആക്ച്വൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇക്വേഷൻ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു R2 മൈനസ് R1, 3 ഡിഫറൻസസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ വരിക. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം അല്ലേ? റെഡി? ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? 2 കാര്യങ്ങൾ അല്ലേ? അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടും. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നിങ്ങൾ മലയാളം മീഡിയത്തിൽ നിന്ന് കുട്ടികൾ പേടിക്കേണ്ട, ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഡിസ്റ്റൻസിന് ദൂരം, ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരം അല്ലേ? ദൂരവും സ്ഥാനാന്തരവും അവ തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. അപ്പോൾ നമ്മൾ എന്താ ഈ വർഷം അധികമായിട്ട് പഠിച്ചത്? ഒരു ഇക്വേഷനാണ് പഠിച്ചത്. ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഒരു ഇക്വേഷൻ ഡെൽറ്റ ആർ സമം R2 മൈനസ് R1. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ആരോ മാർക്ക് ഇടുക? കാരണം ഇത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇത് സ്കെയിലാറാണ്. അപ്പം ഇക്വേഷൻ വേണ്ട ഡയറക്റ്റ് സഞ്ചരിച്ച് ദൂരം നോക്കിയാൽ മതി. ഇത് വെക്റ്റർ ആയതുകൊണ്ട് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് തുടങ്ങാം നമുക്ക് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു 11th പ്രോബ്ലം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സ് എന്ന് പറയുന്നത് പ്രോബ്ലമാണ്, 50-50 ആണ് പ്രോബ്ലവും അതിൻ്റെ തിയറിയും. അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ തന്നെ ഒരു ചെറിയ പ്രോബ്ലം പറഞ്ഞു തുടങ്ങാം. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ ട്രാക്കിലൂടെ, സെമി സർക്കുലർ ട്രാക്കിലൂടെ, അർദ്ധവൃത്തത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. റേഡിയസ് ഓഫ് ദിസ് സെമി സർക്കുലർ ട്രാക്ക് ഇസ് ഗിവൺ 40 മീറ്റർ. 40 മീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിലൂടെ ഒരു പാർട്ടിക്കിൾ, ഒരു മനുഷ്യൻ, ഒരു ആൻഡ്, ഒരു ഉറുമ്പ് സഞ്ചരിക്കുകയാണെങ്കിൽ, ഇഫ് ദറ്റ് പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം വൺ എൻഡ്, അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അറ്റത്ത് നിന്നാണ് എങ്കിൽ, അടുത്ത അഗ്രഭാഗത്തെത്തുമ്പോൾ, നെക്സ്റ്റ് എൻഡിലെത്തുമ്പോൾ അയാൾ സഞ്ചരിക്കുന്ന ദൂരം എത്ര, അയാളുടെ സ്ഥാനാന്തരം എത്ര. ഇനി ദൂരവും സ്ഥാനാന്തരമല്ല, നമുക്ക് എന്താ വേണ്ടത്? അയാൾ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, അയാളുടെ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഉണ്ടാവും, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് if a particle moves on a circular track of radius 40 meter. Calculate the distance and displacement of a particle moves on a semicircular track of radius 40 meter. റെഡി? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ആദ്യം ദൂരം കണ്ടുപിടിക്കാം അല്ലേ? സഞ്ചരിച്ച ദൂരത്തിന് എന്താ നമ്മൾ പറയുക? ദൂരത്തിന് നമ്മൾ പറയും ഡിസ്റ്റൻസ് എന്ന് പറയും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദൂരം എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച ദൂരം. അപ്പോൾ നോക്കൂ, ആ പാർട്ടിക്കിൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ദിസ് ഈസ് എ പാത്ത്, ഇങ്ങനെ പോയി ഇവിടെ എത്തി. അപ്പോൾ ഈ ആകെ സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ്. എന്താ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? നിങ്ങൾക്കറിയാം, ഇത് മൊത്തം സർക്കിളാണെങ്കിൽ ദാറ്റ് ഈസ് ദ പെരിമീറ്റർ 2πr. ഇത് മൊത്തം സർക്കിളില്ല, ഹാഫ് സർക്കിളേ ഉള്ളൂ. മൊത്തം വൃത്തമില്ല. മൊത്തം വൃത്തമാണെങ്കിൽ അതിൻ്റെ പരിവൃത്തം എന്താ പറയുക? അപ്പോൾ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വൃത്തത്തിൻ്റെ മൊത്തം ചുറ്റളവാണെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ, 2πr. ഇപ്പോൾ വൃത്തത്തിന് മൊത്തം വൃത്തമില്ല, അർദ്ധവൃത്തമുള്ളൂ, ഹാഫ് സർക്കിളുള്ളൂ. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 2πrൻ്റെ പകുതി. മൊത്തമായിരുന്നെങ്കിൽ 2πr, അതിൻ്റെ പകുതി. 2πrൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണെങ്കിൽ മൊത്തം
അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2 ക്യാൻസൽഡ്, which is equal to pi into radius 40, pi into 40. So pi value 3.14 into 40 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 125.6 meter. Fine. So this is the distance traveled, actual distance. എന്താ പറയുക, അതിൻ്റെ ആ പാർട്ടിക്കിൾ സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് 2πr/2. എന്തുകൊണ്ട് 2πr/2? 2πr ആണെങ്കിൽ മുഴുവൻ വൃത്തം വേണ്ടി വന്നേനെ. ഇതിപ്പോൾ അർദ്ധവൃത്തമായതുകൊണ്ട്, ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് മതി? πr മതി. റെഡി? സോ ഇനി അടുത്ത ചോദ്യമാണ് ഇതിനകത്ത്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം? എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം നോക്കുമ്പോൾ നിങ്ങൾ അവസാനത്തെ പൊസിഷനും ആദ്യത്തെ പൊസിഷനും മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഈ രണ്ട് പൊസിഷൻ മാത്രമേ നോക്കാൻ പാടുള്ളൂ. അവസാനം എവിടെയാണ്? ഇവിടെ. ആദ്യം എവിടെയാണ്? ഇവിടെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഇക്വേഷൻ ഉണ്ട് അല്ലേ? 11th ഫസ്റ്റ് ഇക്വേഷനാണ്. എന്താ ഇക്വേഷൻ? R2 മൈനസ് R1, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അവസാനത്തെ പൊസിഷൻ മൈനസ് ആദ്യത്തെ പൊസിഷൻ. അപ്പോൾ നോക്കൂ, അവസാനത്തെ പൊസിഷൻ ഇവിടെയാണ്, ആദ്യത്തെ പൊസിഷൻ ഇവിടെയാണ്. ഈ രണ്ട് പൊസിഷനുകൾ തമ്മിലുള്ള ദൂരം, ഇതാണ് നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്? ഒന്ന് പറഞ്ഞു നോക്കൂ. ഇത് ഫൈനൽ, ഇത് ഇനീഷ്യൽ. എത്ര ഡിസ്റ്റൻസ്? 40 + 40. സോ കഴിഞ്ഞു. ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 2r, which is equal to 2 into 40, which is equal to 80 meter. 80 meter. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. കണ്ടുപിടിക്കുക ഹാഫ് സർക്കിൾ ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക, ഒരു ഫുൾ സർക്കിളിൽ ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ ഡിസ്റ്റൻസ് എത്ര? 2πr. ഡിസ്റ്റൻസ് 2πr. ഡിസ്പ്ലേസ്മെൻറ്റ് ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഉണ്ടാവില്ല? സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും ഒന്നാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫുൾ സർക്കിളിൽ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പിന്നെ മുറിക്കുക. ഇതിപ്പോൾ എത്ര വരും? ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, ഇവിടെ ഫിനിഷ് ചെയ്യാണ്. റൈറ്റ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. ടോട്ടൽ 2πr. അതിൻ്റെ ഹാഫ് πr, അതിൻ്റെയും ഹാഫ് πr/2. അപ്പോൾ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടും πr/2. πr/2. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് പറയുക? സ്റ്റാർട്ടിംഗ് പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഇതാണ് എന്ത് പറയുക? ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. നിങ്ങൾക്കറിയാം സർക്കുലർ മോഷനിൽ r ആണ് റേഡിയസ് അല്ലേ? ഇതൊരു സർക്കിളിൻ്റെ ഭാഗമാണ്. സർക്കിളിൻ്റെ ഭാഗമാണെങ്കിൽ ഇത് r, ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ പൈതഗോറസ്. സോ സേ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് c, a² + b² = c². സോ ഞാൻ എഴുതുകയാണ് r² = c². ദാറ്റ് ഈസ് 2r² = c² അല്ലേ? r² + r² എത്രയാ? 2r². അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് c ആണ് വേണ്ടത് അല്ലേ? c എന്ന് പറയുമ്പോൾ √2r². √2 പുറത്തേക്ക് വരും. √2 ഇൻറ്റു √r² എന്താ? √r² r ആണ്. സോ √2r. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് എനിക്ക് കിട്ടി √2r. ഡിസ്റ്റൻസ് എന്താ? πr/2. അപ്പോൾ സർക്കിളിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയി. ഹാഫ് സർക്കിൾ ആയിക്കോട്ടെ, ഫുൾ സർക്കിൾ ആയിക്കോട്ടെ, ഒരു ഹാഫ് സർക്കിളിൻ്റെ ഹാഫ് ഇതിന്. അപ്പോൾ ഇതെന്തായാലും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ഓർക്കുക. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച ദൂരം. സർക്കിളിൻ്റെ കേസിൽ ചെക്ക് ചെയ്യുക. ഫുൾ സർക്കിളാണെങ്കിൽ ചുറ്റളവ് 2πr, പകുതിയാണെങ്കിൽ πr, അതിൻ്റെ പകുതിയാണെങ്കിൽ πr/2. ഡിസ്പ്ലേസ്മെൻറ്റ് ഫുൾ സർക്കിളാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല. ഹാഫ് സർക്കിളാണെങ്കിൽ ഡയമീറ്റർ, അതിൻ്റെ വ്യാസമായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം. ഇനി അതൊരു ഹാഫ് സർക്കിളിൻ്റെ ഹാഫ് ആണെങ്കിൽ
എന്തുണ്ടാവുക √2r ആൻഡ് πr/2. സോ ദാറ്റ് ഈസ് അബൌട്ട് അവർ ഫസ്റ്റ് പ്രോബ്ലം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. വർക്കൗട്ട് ചെയ്ത് നോക്കുക, വീഡിയോ ഒന്നുകൂടെ കാണുക. എവിടെയാണോ മനസ്സിലാവാത്തത്, എവിടെയാണോ പെട്ടെന്ന് കിട്ടാത്തത്, ബിക്കോസ് ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് 10ൽ നിന്ന് മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് കണ്ട് വീഡിയോ കണ്ട് അല്ലെങ്കിൽ ക്ലാസ് കേട്ട് ആ പ്രശ്നമൊക്കെ മാറും. മാക്സിമം 1 month, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഫ്രഷ് ഔട്ടോ, നിങ്ങൾ ഏതാണ് നല്ല ലെവലിലേക്ക് വരും ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി വാച്ചിങ് അവർ വീഡിയോ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.